പത്തനംതിട്ടയിൽ പോക്സോ കേസിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. എഴുമറ്റൂർ സ്വദേശി മനോജാണ് അറസ്റ്റിലായത്. ഇരുമ്പുകുഴി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇയാൾ. പത്തനംതിട്ട പെരുമ്പട്ടി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, അതായത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ഈ കേസിന് ആധാരം എന്താണ് സംഭവം? രാഖി, ഇതൊരു 6 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പത്തനംതിട്ട എഴുമറ്റൂരിലാണ് സംഭവം നടക്കുന്നത്. എഴുമറ്റൂർ സ്വദേശികളായിട്ടുള്ള 2 പേരെയാണ് നിലവിൽ പെരുമ്പട്ടി പോലീസ് ഈ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ആ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ്. അതിൽ പ്രധാന പ്രതി CPM-ൻ്റെ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. മനോജ് അനിയൻ കുഞ്ഞെന്ന് വിളിക്കുന്ന CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രധാന പ്രതിയായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നന്ദകുമാർ എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തകൻ കൂടി, CPM പ്രവർത്തകൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. നിലവിൽ കൃത്യമായിട്ട് ഈ പരാതിക്കാരുടെ പരാതി ലഭിച്ചതിന് ശേഷം അവരുടെ വിശദമായിട്ടുള്ള മൊഴി എടുത്തതിന് ശേഷം കൃത്യമായി തെളിവ് ശേഖരണം അടക്കം നടത്തിയതിന് ശേഷമാണ് പെരുമ്പട്ടി പോലീസ് 2 പ്രതികളെയും തിരിച്ചറിയുകയും അവരുടെ അറസ്റ്റ് നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം കടക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഇരുവരെയും കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് വലിയ നാണക്കേടും മാനക്കേടുമായി മാറിയിരിക്കുകയാണ് ഈ നേതാക്കളുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രാദേശികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ മനോജ് അനിയൻ കുഞ്ഞെന്ന് പറയുന്നത്. അയാൾ തന്നെയാണ് പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോക്സോ വകുപ്പ് അടക്കം, നിർണായകമായിട്ട് വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഇരുവർക്കെതിരെയും അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇരുവരും റിമാൻഡിലായി സബ് ജയിലിലേക്ക് മാറിയിരിക്കുകയാണ്. രാഖി.